സിനിമകൾ ഇങ്ങനെയാണ്. ചില സിനിമകൾ അതിഗംഭീര സിനിമകളായിരിക്കും, ഗംഭീര ഡയറക്ടേഴ്സിന്റെ ആണെങ്കിൽ പോലും ചില സിനിമകൾ തിയേറ്ററുകളിൽ കളക്ഷൻ തീരെ കുറവായിരിക്കും. ഇപ്പൊ നമുക്ക് OTT സാറ്റലൈറ്റ് ഒക്കെ വന്നുകൊണ്ട് OTT ഒക്കെ വരുമ്പോഴത്തേന് ഇതിനെ അങ്ങ് വാനോളം പുകഴ്ത്തും ജനങ്ങൾ. അങ്ങനൊരു സിനിമയാണ് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ബാലൻ. അതിഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അതിഗംഭീര സിനിമ. ആദ്യത്തെ ഷോ കണ്ട ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ. കാരണം ഒന്ന്, അതിനെ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും നമ്മുടെ ബാലൻ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മുടെ ഗണപതിയാണ്, ചിദംബരത്തിന്റെ അനുജനാണ്, ഗണപതിയാണ്. ഇതിന്റെ ഡയറക്ഷൻ, ഗംഭീര ഡയറക്ഷൻ, ആരുടെ ചിദംബരത്തിന്റെ ഡയറക്ഷൻ, അതുപോലെ തന്നെ ജിത്തു മാധവന്റെ ഗംഭീര സ്ക്രിപ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആർട്ട് ഡയറക്ഷൻ, ബാലനായിട്ട് അഭിനയിച്ച രണ്ട് കാലഘട്ടത്തിലുള്ള രണ്ട് കുട്ടികളുടെ അഭിനയം, അമ്മയായിട്ട് വന്ന ക്യാരക്ടറിന്റെ ഗംഭീര പ്രകടനം, ഒരു അമ്മച്ചി ക്യാരക്ടറുണ്ട്, ഒരു രക്ഷയില്ല, എല്ലാവരുടെയും പെർഫോമൻസ് വൈസ് എനിക്കൊന്നും ഒരിക്കലും ഒരു ട്രോൾ മെറ്റീരിയൽ ആകാൻ പോലും ചാൻസ് ഇല്ലാത്ത സിനിമയാണ് OTT വരുമ്പോൾ ഈ സിനിമയെ ഇന്റർനാഷണൽ ലെവൽ സിനിമ എന്നൊക്കെ പറഞ്ഞ് വാനോളം പോഴ്ത്തും. പക്ഷേ ഓരോ ദിവസവും കളക്ഷൻ തീരെ കുറഞ്ഞു പോവുകയാണ്. ഇങ്ങനൊരു സിനിമയ്ക്ക് ഈ കളക്ഷൻ മതിയോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇങ്ങനെയുള്ള സിനിമകളെ നമ്മൾ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരിക്കലും ബോറടിക്കാത്ത ഒരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. ഒരു ആർട്ട് പടത്തിന്റെ രീതിയിൽ ഒന്നും അല്ല എടുത്തേക്കുന്നത്, ചിലപ്പോൾ ഗംഭീരമായിട്ട് എടുത്തേക്കുന്നത്. ഇങ്ങനെയുള്ളവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത് നമ്മളെപ്പോലുള്ള സിനിമയെ സ്നേഹിക്കുന്നവരും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കണം. ഇങ്ങനെയുള്ളത് തിയേറ്ററിൽ വിജയിക്കുമ്പോൾ മാത്രമേ കാര്യമുള്ളൂ. നേരത്തെ പണ്ട് ടോവിനോ പറഞ്ഞ ഡയലോഗുണ്ട്, ഗപ്പി എന്ന് പറഞ്ഞൊരു സിനിമ ഗംഭീര സിനിമയായിരുന്നു, തിയേറ്ററിൽ അട്ടർ ഫ്ലോപ്പായി. ഇതുപോലെ ഒരുപാട് സിനിമകളുണ്ട്. അന്നേരം ടോവിനോയോട് OTT വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് വാനോളം പോയിട്ട് ടോവിനോ പറഞ്ഞത് തിയേറ്ററിൽ വന്ന് കാണാൻ ആരുമില്ല, അന്ന് പ്രൊഡ്യൂസർ കട്ടയും പടവും മടങ്ങി. കാരണം അതുപോലൊരവസ്ഥ ബാലൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് ചിത്രങ്ങൾ ഇനി റിലീസുണ്ട്. ബാലൻ ഇതിനിടയിൽ ഗംഭീര ഒരു സിനിമയാണ്. ആ സിനിമ ഇനി വഴുതി പോകുന്നുള്ളതാണ്. കാരണം ഇന്ത്യയിലെ പല പ്രമുഖരായിട്ടുള്ള നടന്മാരായിക്കോട്ടെ സിനിമാക്കാരായിക്കോട്ടെ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പറയുന്നത് സാധാരണപ്പെട്ട പ്രേക്ഷകൻ പോയി കാണുന്നവർക്കും 99% പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അന്നേരം ഈ സിനിമ പരാജയപ്പെടല്ലേ എന്നാണ്, ഇങ്ങനെയുള്ള സിനിമകൾ ഇനിയും പരാജയപ്പെടരുതേ എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. ബാലൻ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ പോകുകയാണ്. ഇതൊരു പ്രൊമോഷൻ അല്ല, ഒരു ഗംഭീര സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് ആകുന്നൊരു സിനിമ നിങ്ങൾക്ക് കാണാൻ കിട്ടുന്ന ഒരു അവസരമാണ്. എന്തായാലും ബാലൻ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും രേഖപ്പെടുത്തും.